ശബ്ദത്തിലാണല്ലോ അച്ഛൻ എന്നെ വിളിച്ചത്. വിളിച്ചു, വിളി കേട്ടു. പക്ഷെ ചൊല്ലാനുള്ളത് എന്താണെന്ന് മൊഴിഞ്ഞില്ല. അതെ, പറയാൻ വന്നത് മറന്നേ പോയി. പ്രായമേറെ തിന്നില്ലെങ്കിലും മറവി നമ്മൾ നന്നേ പിടികൂടിയിരിക്കുന്നു. അച്ഛൻ പറഞ്ഞു വന്നത് ഞാനൊരു പിടിവാശിക്കാരിയായി തീർന്നിരിക്കുന്നു എന്നാണ്. എന്നെ ഏറെ ലാളിച്ചതുകൊണ്ട് ഞാൻ കുടയ്ക്കും വടിക്കും പറ്റാത്ത പെൺപിറവിയായി പോയെന്നാണോ? ജീവിതകണ്ട അങ്ങനെയൊക്കെ അർത്ഥം വരുന്ന വാചകങ്ങൾ തന്നെയാണ് ഞാൻ ചെയ്ത തെറ്റെന്തെന്ന് അച്ഛൻ പറയണം. തെറ്റ് അല്ലിമറക്കാവിലെ കൂത്തും വേലയും കാണുവാൻ ആളും അകമ്പടിയും കൂടാതെ പോണമെന്നുള്ള നിന്റെ വാശി തെറ്റല്ലേ? തെറ്റല്ലേ? അല്ലിമലർക്കാവിലെ കോശങ്ങൾക്ക് ഇനി 8 തൊട്ട് 8 നാളേ ഉള്ളൂ. ഈ അകമ്പടിയും ഉപചാരവും സ്നേഹവും ഈ കോട്ടയും എല്ലാം എന്നെ വീർപ്പ് മുട്ടിക്കുന്നു അച്ഛാ. കൂട് തുറന്നു വിട്ട ഒരു കിളിയെപ്പോലെ പുറത്തേക്ക് പറക്കണമെന്നാണ് എന്റെ ആശ. മാതപുരത്ത് അങ്ങാടിയിലൂടെ വേണം അല്ലിമലർക്കാവിലേക്ക് പോകാൻ. കള്ളന്മാരും കള്ളന്മാരും ഏറെയുള്ള ഇടമാ. വഴി തന്നല്ല, മാലക്കാരുണ്ടാക്കണം. നാദാപുരത്തെ നാടുവാഴിയായ അച്ഛനത് ചൊല്ലുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. നാടുവാഴിയല്ല പറയണത്, ഒരച്ഛനാണ്. പ്രജകളോടല്ല, മകളോടാണ്. ഈ നാദാപുര ആത്തറയിൽ വെച്ചല്ലേ അച്ഛാ പെണ്ണായ ഉണ്ണിയാർച്ച പകരി തിരിഞ്ഞ് നനമുണ്ട് വീശി 40ഓളം കയ്യന്മാരെ നിരം പറ്റിച്ചത്? ഈ കഥകളൊക്കെ അച്ഛനും അറിവുള്ളതല്ലേ? ആരോമൽ ചേകവരുടെ ആ അരുമ പെങ്ങളുടെ പേരെങ്കിലും പേറാൻ ഭാഗ്യമുണ്ടായി ഞാൻ. ഇങ്ങനെ ഒരു നാൾ പറയുമെന്ന് നാം നിലച്ചിരുന്നെങ്കിൽ എന്റെ പേര് മാറ്റുമായിരുന്നു അല്ലേ? ഇല്ല ഇല്ല, വെറും ഓർച്ചയ്ക്ക് പകരം ഉണ്ണിയാർച്ച എന്ന് നാം പേരിടുമായിരുന്നു. പിന്നെ ഇങ്ങനെ കിണ്ണാരം ചെന്നുകൊണ്ട് നിന്നാ പനച്ചേരിയെ കാണാൻ പറ്റില്ല. പാവം ഇപ്പൊ കാത്തു നിൽപ്പുണ്ടാവും. നിന്റെ വളർത്തുമേമയെ ആലോചിച്ച് നാം നിന്നെ വിവരം ധരിപ്പിക്കും. ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുവാൻ വളരെയേറെ സമയം വേണം. സ്വന്തം നിലയും വിലയും മറക്കരുത്. നാടിന്റെ നേട്ടവും തറവാടിന്റെ മാനവും കളയരുത്. ഉപദേശം പോലെ ഉദാരമായി കൊടുക്കാവുന്ന മറ്റൊന്നുമില്ല. എങ്കിൽ എന്തിനാണ് ഭാവം എന്നോട് കൂടി പറയരുതോ? എനിക്കറിയില്ല. നോക്കി, 18 ആണ്ടോളവുമായി ഞാനിവിടെ പാദമൂന്നിയിട്ട് പലതും കണ്ടു, പലതും അറിഞ്ഞു. പറയുന്നത് പൊറുക്കണം. പനച്ചേരി യജമാനനും കുട്ടോത്ത് നമ്പിയും കൂട്ടരും കൂടി കഴിയുന്ന ഈ കോട്ടയിൽ കൊച്ചുതമ്പരാട്ടിയായിട്ട് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകരുത്. നാടുവാഴി തമ്പുരാന്റെ ശുദ്ധഗതി ഇവിടെ ശാപമായി തീർന്നിരിക്കുകയാണ്. അച്ഛനെ അന്ധമായി അനുസരിക്കണമെന്നല്ല, അല്പമായെങ്കിലും അറിയണമെന്ന് ഈ പഴയ മനസ്സപേക്ഷിക്കുകയാണ്. ആണും പെണ്ണുമായി അവശേഷിക്കുന്ന കൊച്ചുതമ്പുരാട്ടി കോട്ടയുടെ കാര്യത്തിലാണ് കൂടുതൽ കരുതലെടുക്കേണ്ടത്. ഏറെ നല്ലവനാണ്. നമ്പി കേട്ടില്ലേ? കേട്ടു. ഈ ലക്ഷ്മി ആർച്ചയെ ഉപദേശിച്ച് നന്നാക്കി കളയുമോന്ന് എനിക്കൊരു ഭയം. പനച്ചേരി കുറുപ്പജമാനൻ നാടുവാഴി തമ്പുരാന്റെ കാര്യക്കാരനായി ഇരിപ്പോളം ഈ കുട്ടോത്ത് നമ്പി തമ്പുരാനൊപ്പം കൂട്ടുന്ന പടനായന്മാരുടെ തലവനായി കഴിവോളം അമ്മാതിരി ഒരു ഭയമേ വേണ്ട. ഇവളെ ആയൽക്കരയിൽ കണ്ടന്നു തൊട്ടേ എന്റെ കരളിലൊരു ഒരു കിടുകിടുപ്പാണ് നമ്പി. ലക്ഷ്മി അപകടം പിടിച്ചവൾ തന്നെ, സംശയേ വേണ്ട. നമ്മുടെ പരിപാടികൾക്കൊക്കെ ഇവൾ തടസ്സാവും, സംശയേ വേണ്ട. നാടുവാഴി തമ്പുരാന് ഇവളെ നന്നായി പിടിച്ചിരിക്കണം. ആ വിഡ്ഢിക്ക് വിവേകമുണർത്താൻ ഇവൾക്ക് കഴിയും. മന്ത്രവും തന്ത്രവും പഠിച്ചോളാണ്, സംശയേ വേണ്ട. തമ്പുരാന് ഇവളുമായി അവിഹിത വേഴ്ചയൊന്നുമില്ല. ഇല്ല. നമ്പിക്ക് എങ്ങനെ അറിയും? പനച്ചേരി യജമാനൻ ഇപ്പൊ പറഞ്ഞു. ഏതിനും ഇവിടെ നോട്ടമിട്ടോളി, ഇവിടെ നകക്കണം. ഞാൻ ഒപ്പമുണ്ട്.
പേര് കേട്ട പനച്ചേരിക്കുറിപ്പിന്റെ വേട്ട. നാടിനും നാട്ടാർക്കും ഉടയവനായി പരമവിട്ടിയായ നാടുവാഴിയുള്ളത് ഇവിടെ തന്നെയാണ്. കൊള്ളാം, 3 പേരും ചേർന്ന ഇവിടെ കുത്തിയിരിപ്പാണോ? ഇനി തിരയാൻ ഇടമില്ല. എന്തുണ്ടായി? പനച്ചേരി കുറിപ്പിന് വേണ്ടി വയനാട്ടിൽ നിന്ന് പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. നീ ആരടാ? ഞാൻ ആരുമാകട്ടെ, ഈ പാവപ്പെട്ട ആദിവാസി പെണ്ണുങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? അവരെന്ത് കുറ്റം ചെയ്തു? മാറും. എന്റെ പനച്ചേരി യജമാനി തറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നറിയാം. ഞാൻ കുട്ടോത്ത് നമ്പിയാണ്. ഓ, കുട്ടോത്ത് നമ്പി. കറുപ്പാ കണ്ണു, ഇദ്ദേഹം കുട്ടോത്ത് നമ്പിയാണ്. ഈ തടിമാടം പറയുന്നത് ഇയാൾക്ക് ഇവിടുത്തെ ആഹാര രീതി ഒന്നും പിടിക്കുന്നില്ല എന്നും ഇവിടെ വന്ന പിന്നെ ആളാകെ അങ്ങ് ശോഷിച്ചു പോയെന്ന്. തൽക്കാലം ഈ പളക്കിൽ ഇരുന്നോട്ടെ. അലിച്ചോ? ഇല്ല, ഞങ്ങളുണ്ട്. എന്തോ മാനമായി നയിച്ചു തിന്നാൻ അറിയില്ലെങ്കിൽ വഴിയിലെ കണ്ടിക്കുന്നോളൂ. ഇന്നാലിപ്പണി കൂട്ടി വെക്കണ്ട. പൊൻപണങ്ങൾ സാഹബ്, ഈ നാട് നിങ്ങൾക്ക് തരുന്ന മര്യാദയിൽ മതിമറന്ന് നക്കാ പിച്ചയ്ക്ക് നിൽക്കുന്നവരാണ് ഞങ്ങളെന്ന് കരുതരുത്. ഈ നാടിന്റെ മാനവും മഹിമയും മറികടന്നാൽ ശിക്ഷ കഠിനമായിരിക്കും. നിങ്ങൾ കൊണ്ടുവരുന്ന വിശിഷ്ട സാധനങ്ങൾ ഒന്നുമല്ല ഞങ്ങൾക്ക് ആവശ്യം. ആഡംബരമല്ല, ആഹാരമാണ് ഈ നാട്ടിൽ ആവശ്യം. വിദേശിക്ക് വിവരങ്ങളെല്ലാം വിസ്തരിച്ച് വിവരിച്ചു കൊടുക്കാതെ കണ്ണു, ഈ പണം പനച്ചേരിക്ക് ആവശ്യമില്ല. ഇത് സാധുക്കൾക്കുള്ളതാണ്. നിങ്ങൾ ആര്? പനച്ചേരി, നിങ്ങൾക്ക് ഞങ്ങൾ താക്കീത് നൽകുന്നു. ആരേതാണ് ചോദിച്ചത്? ഇതാ നോക്കിക്കൊള്ളു. ഓരോരുത്തരായിട്ട് തിരക്കുകൂട്ടരുത്. ഓരോരുത്തരായിട്ട് വിസ്തരിച്ച് തന്നെ കേട്ടു. നമുക്ക് മാറി പറയാറില്ല. പനച്ചേരി പറഞ്ഞതിന്റെ ചുരുക്കം ഇതപ്പിടിച്ചോളി. വയനാടൻ വെളുത്തേടെ കൊള്ളസംഘത്തിന്റെ കൊള്ളതായ്മകൾ കൊണ്ട് നാട്ടിൽ പൊറുതിമുട്ടി. സംഘത്തിൽ ഞാൻ പറയട്ടെ, നാട്ടിൽ അങ്ങോളം ഇങ്ങോളം നിലവിളിയാണ്. നമ്മുടെ ജീവൻ പോയാലും വേണ്ടില്ല, അവരെ ജീവനോട് വെച്ചേക്കരുത്. തേടി പിടിക്കണം. സംഘത്തിൽ പുതിയൊരു തലവൻ വന്നു. അയ്യോ, ഞാൻ പറയട്ടെ, നമ്പിയോടും നാട്ടിലെ പ്രമാണിമാരോടും ചോദിച്ചാൽ അത് അവിടേക്ക് അല്ല. ഇപ്പൊ എന്താ പറഞ്ഞു വന്നത്? നാട്ടിൽ ക്ഷാമം വർദ്ധിച്ചിരിക്കുന്നുവെന്ന് നാട്ടുകൂട്ടത്തിൽ നിന്നും അറിഞ്ഞിരിക്കുന്നു. ഈ കൊള്ളക്കാർ പാടങ്ങൾ കൈയേറി കൊയ്യണു, പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോണു, പണവും പൊതുമുതലും കൊള്ള ചെയ്യണു. അപ്പോൾ സാധുക്കൾക്ക് ഭക്ഷണം കിട്ടാതെ ആകുന്നു. വലിയ വലിയ ജന്മികൾ ധാന്യങ്ങൾ ഒതുക്കുന്നു. ഇവിടെ നിന്ന് കാര്യമായി ഒന്ന് ചിന്തിച്ച് കൊള്ളക്കാരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. നാട്ടുകൂട്ടം ഇവിടുത്തെ അലസതയെപ്പറ്റി കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ പനച്ചേരിക്ക് കേട്ടു നിൽക്കാനാവില്ല. അതുകൊണ്ട് ഉള്ളവരിൽ നിന്നും ന്യായമായ വില കൊടുത്ത്
അരിയും മറ്റു ധാന്യങ്ങളും വാങ്ങി നാം സംഭരിക്കണം. അടിയന്തരമായി ചെയ്യേണ്ടതും നാം പറഞ്ഞു വന്നതും കൊള്ളസംഘത്തെ ആ ധാന്യങ്ങൾ വേണ്ടവർക്ക് വേണ്ടതുപോലെ നാം വിതരണം ചെയ്യും. കൊള്ളക്കാർ നെല്ലറകൾ കുത്തി തുറന്നെന്ന് വരും. അങ്ങനെയും വരാമല്ലോ, കുത്തിയും തുറക്കാം. അതാണ് പറഞ്ഞത്. അതിനാണല്ലോ പനച്ചേരിയും കുട്ടോത്ത് തമ്പിയും കാവൽക്കാരും. ഉറങ്ങാൻ ഇരുന്ന് അടകൾക്ക് കാവൽ നിന്നോളി, നമുക്ക് സന്തോഷമാണ്. മോളെ ചിന്നു, ഒന്നിങ്ങോട്ട് വരി. മോളിങ്ങോട്ട് ഇരിക്കും, നമ്മളൊന്ന് കൺകുളിരെ കാണിട്ട്. ഇപ്പൊ നമ്മുടെ ചിന്നു ആദിരാജാവിന്റെ ഓമന മകൾ കുഞ്ഞിക്കന്യെ പോലുണ്ട്. ഏതോ പുള്ളോത്തിന്റെ പക്കൽ നിന്ന് നാളെ തവിട് കൊടുത്തന്നെ വാങ്ങിയതാണെന്ന് നാട്ടുകാരൊക്കെ കളിയാക്കണം. ആറ്റുവെള്ളത്തിൽ ഒഴുകി വന്നാണെന്നും പറയണം. ആരെന്തും പറഞ്ഞോട്ടെ മോളെ, മാരിയമ്മ തന്നതാ ഞങ്ങൾക്ക്. എന്റെ ചിന്നുമോള് ഭാഗ്യമുള്ളവളാ. അതുകൊണ്ടല്ലേ അലക്കാനായി എത്തിയ പെണ്ണിനെ നാദാപുരം കോട്ടയിലെ പൊന്നു തമ്പുരാട്ടി ഇഷ്ടപ്പെണ്ണായി എടുത്തത്. നേരം നന്നാവുമ്പോ എല്ലാം നടക്കും മോളെ. എന്നും അന്തി കറക്കും മുമ്പ് കുടിയിലെത്തണേ. നീ വരുന്നത് വരെ ഞങ്ങൾ ഈ പട്ടും നോക്കിയിരിക്കും. പെണ്ണ് പോട്ടെ, ദൂരം ഒത്തിരി ഉണ്ട്. കൊള്ളക്കാരും തെമ്മാടികളും ഉള്ള നാടാണ്. സൂക്ഷിക്കണേ മോളെ. പോയിട്ട് വരും.